മിസ്റ്റർ സണ്ണി വെയിൻ. നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നല്ലേ സണ്ണി വെയിന് വേണ്ടിയിട്ട്. അദ്ദേഹം ഇവിടെയുണ്ട്. യെസ്, the most talented actor of the Malayalam cinema and yes, നമുക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. the most handsome actor, നമ്മുടെ സ്വന്തം നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ ഏറ്റെടുത്ത നമ്മുടെ most handsome actor ആണ് നടൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. and yes, of course, നമ്മുടെ DOP മിസ്റ്റർ ആൽബി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. and yes, Mr. Vinish's parents, അവരെ ഞാൻ ഏറെ ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ സഞ്ജു, സ്കൈ പ്രൊഡക്ഷൻസിന്റെ നമ്മുടെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന മിസ്റ്റർ സഞ്ജു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ വേണു ഗോപാലകൃഷ്ണൻ, ലിറ്റ്മസ് 7ന്റെ CEO ആണ്. അദ്ദേഹത്തെയും അടുത്തതായിട്ട് നമുക്ക് എന്തായാലും തിരി തെളിയിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും നമ്മളെ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണ്. ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ മിസ്റ്റർ മേജർ രവി അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനിടെ മൈക്ക് കൈമാറുകയാണ്. സർ പ്ലീസ്. ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല തന്നിരിക്കുന്ന ഒരു സമയത്തിന്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. 1 മിനിറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ചെയ്യണം എന്നിട്ടാണ് ആ ശുഭസമയം ആവുള്ളത്. അതുകൊണ്ടുള്ളതാണ്. എനിവേ, മൈക്ക് കേട്ടിട്ടുള്ളത് ഈ ഒരു സംരംഭത്തിന് ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഞാനടക്കം ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ദിസ് എൻറ്റയർ ടീം. ഒരു സിനിമ ഏത് സമയത്തും നമ്മൾ വളരെ ദൈവികമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. കാരണം എല്ലാവരുടെയും എഫേർട്ട്, ആ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു സ്പോട്ട് പോയിന്റ് അടക്കം എഫേർട്ടുള്ള ഒരു സംഭവമാണല്ലോ. അതൊന്നും ചെയ്യാനും അവിടെയുള്ള ഫാമിലിയുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം, യു ടു ആൻഡ് ദി പ്രൊഡ്യൂസർ, ഡയറക്ടർ, എവരിബഡി. ലിസ്റ്റർ ചീഫ് ആൻഡ് ഓഫ് കോഴ്സ് യു വിൽ ബി ഡൂയിങ് സംതിങ് ഫോർ ദിസ് ഫിലിം. Anyway, it's a friend, so I can take that liberty. Thank you so much. God bless you all and wish all the best to the team. Thank you. So thank you so much. സമയം കളയാൻ വേണ്ടി മാത്രമല്ല സാറിന്റെ ആ ഒരു സ്പീച്ചിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അത്രയും ഐശ്വര്യപൂർണ്ണമായിട്ട് ഇന്നത്തെ ഒരു ഇവന്റ് തുടങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് അല്ലെ. അങ്ങനെ നല്ലൊരു കൈഡി കൊടുക്കാമോ നമ്മുടെ പ്രിയപ്പെട്ട സാറിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. സോ യെസ്, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഇതാ തിരി തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ടീം എല്ലാവരും, നമ്മുടെ വിശിഷ്ടാതിഥികളും നമ്മുടെ സാഹസ് മൂവിന്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, DOP എല്ലാവരും ഇവിടെയുണ്ട്. സാഹസം മൂവിയുടെ ഒരു തുടക്കം വളരെ മനോഹരമായിട്ട് തന്നെ തിരി തെളിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ വിനീഷിന്റെ പാരന്റ്സ് താങ്ക് യു സോ മച്ച്. വളരെയധികം ഐശ്വര്യപൂർണ്ണമായിട്ടൊരു തുടക്കം തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്.
സോ നെക്സ്റ്റ് നമ്മൾ എന്തായാലും ക്യാമറ സ്വിച്ച് ഓൺ ആ ഒരു ഇവന്റിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഫോർ ദാറ്റ് ആൻഡ് ഓൾസോ ക്ലാപ്പ് ചെയ്യുന്നത് മിസ്റ്റർ ഷിനോജ്, ദി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓഫ് ദ മൂവി, മിസ്റ്റർ ഷിനോജ്. ഈ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഈ ഒരു മൂവിന്റെ ഫുൾ ഓൺ ക്രൂവിന് ആവശ്യമുണ്ട്. യെസ്, നിങ്ങളുടെ മൂവിയാണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു മൂവിയുടെ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫോർ ദ ക്യാമറ സ്വിച്ച് ഓൺ ആൻഡ് ക്ലാപ്പ്. സാഹസ മൂവിയുടെ ഫുൾ ഓൺ ക്രൂ എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരെയും, കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഐ ഹോപ്പ് കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു നിൽക്കേണ്ടതാണ്. എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു നിൽക്കേണ്ടതാണ്. ഫാമിലി എല്ലാവർക്കും കടന്നു വരാട്ടോ. യെസ്, cast and crew members, I hope everyone is here. Yes, that's a beautiful moment. Sahasam മൂവിയുടെ camera switch on. ഈ ഒരു മൂവി ഈ കൊല്ലത്തെ ബ്ലോക്ക് ബസ്റ്റർ ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവരുടെ ഫസ്റ്റ് ഒന്നിച്ചുള്ള ഒരു ഫസ്റ്റ് മൂവിനേക്കാളും 100 ഇരട്ടി സൂപ്പർ ആകട്ടെ ഈ ഒരു മൂവി. അടുത്തതായിട്ട് സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. വളരെ മനോഹരമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ്. സാഹസം മൂവിയുടെ സ്വിച്ച് ഓൺ ഈവന്റ് ഇവിടെ മനോഹരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സോ അടുത്തതായിട്ട് സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ആണ്. സോ ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ റിനീഷ് ആൻഡ് മിസ്റ്റർ ബിപിൻ കൃഷ്ണ. യെസ്, ഇവിടെ മനോഹരമായിട്ട് ഒരു ഡീലാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ മൂവി കിടു ആയിരിക്കും എന്നുള്ള ആ ഒരു ലുക്ക് തന്നെയാണ് എന്തായാലും രണ്ടുപേരുടെ ഫേസിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരിവൺ. സോ അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇവരിൽ നിന്ന് കേട്ടറിയാം. സോ ആദ്യമായിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ റിനീഷ് കെ, അദ്ദേഹത്തോട് തന്നെ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഒരുമിച്ചിട്ടുള്ള മൂവി, ഫസ്റ്റ് മൂവി 21 grams, അതിനുശേഷം നിങ്ങളുടെ ഒരു സെക്കൻഡ് മൂവി അല്ലെ, സെയിം കൂട്ടായ്മയിൽ ചെയ്ത സെക്കൻഡ് മൂവിയാണ്. സോ ആദ്യത്തെ ഒരു ക്രൈം ത്രില്ലർ ആയിരുന്നു. ഈ ഒരു മൂവി കാണുമ്പോൾ ഒരു കോമിക് ത്രില്ലർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്താണ് സാറിന് പറയാനുള്ളത്? താങ്ക് യു ഓൾ ഓഫ് യു കമ്മിങ് ഹിയർ. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞങ്ങൾ രണ്ടുപേരും മിണ്ടി കഴിഞ്ഞാൽ ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്റെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തത് കോമഡി ത്രില്ലർ, രണ്ടാമത്തെ ഹൊറർ ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ ഒരു കോമഡി
എന്റർടൈൻമെന്റ് ആയിരിക്കും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫുൾ പറയാനുള്ള. സോ ഫസ്റ്റ് ഹാഫ് ഒരു തമാശ, സെക്കൻഡ് ഹാഫ് ബിബിന്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ത്രില്ലറാണ്. സോ ദാറ്റ്സ് ഹൗ അങ്ങനെയാണ് ഇതിനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും IT ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരാണ്. സോ ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കുറെ IT-കാരെ കാണാം, ഇൻഫോ പാർക്ക് കാണാം. അങ്ങനെയുള്ള ഒരു മൂഡിലാണ് സാധനം എടുക്കുന്നത്. സോ വി ഗോട്ട് ലൈക്ക് ടാലന്റഡ് പീപ്പിൾ ലൈക്ക് സണ്ണി, നരേൻ, ബാബുചേട്ടൻ, വൈചേട്ടൻ. സോ ലോട്ട് ഓഫ് ആൾക്കാരുണ്ട് ഇതിനകത്ത് സിനിമയ്ക്കകത്ത്. ഇറ്റ്സ് ആക്ച്വലി ഒരു ഫൺ ഫിൽഡ് മൂവി ആയിരിക്കും ഫോർ ഓൾ ഓഫ് യു. ഐ എം ഷുവർ ഇപ്പോ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് ഞാൻ എടുക്കാറുള്ളത്. സോ ഇതിനകത്ത് എന്നേക്കാളും കൂടുതൽ ഞാൻ എന്റെ മക്കളെയും അല്ലെങ്കിൽ ഈ ജനറേഷനിലെ ആൾക്കാരെയും കൂടെ കൂടുതൽ അവർക്ക് ഇഷ്ടമാകുന്ന മൂവി ആയിരിക്കും ഈ മൂവി. ആൻഡ് ഡെഫിനറ്റ്ലി Bibin will reach in a different level, even if movie works out or not. So this, if we can pull it off, this is going to be the blockbuster of this year, I'm sure. Thank you. Thank you so much. എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഒക്കെ എല്ലാവർക്കും ഉണ്ട്. So next I would like to invite Mr. Bibin Krishna, the script writer and the director of the movie. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആൻഡ് ഓൾസോ ഇപ്പോ റിനീഷ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു IT കമ്പനിയുടെ സ്റ്റോറി ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും എന്തായാലും IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. IT ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ്. റിനീഷ് പറഞ്ഞ പോലെ IT പശ്ചാത്തലം ഈ സിനിമയിലുണ്ട്. അതിന്റെ കൂടെ തന്നെ ത്രില്ലർ, അഡ്വഞ്ചറസ് ത്രില്ലറിന്റെ ഒരു സ്വഭാവവും ഒരു ഹ്യൂമർ പാക്കേജും. എനിക്ക് തോന്നുന്നത് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ എന്റർടൈൻമെന്റ് പാക്കേജ് ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. 21 grams ആയിരുന്നു ഞാൻ എഴുതി സംവിധാനം ചെയ്ത ആദ്യ സിനിമ. അത് അത്യാവശ്യം നല്ല പ്രേക്ഷക പ്രതികരണം കിട്ടി, വലിയ സന്തോഷം. ആ സിനിമ ഉണ്ടാവാൻ കാരണമായ, വിജയിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. അനുവേട്ടൻ, ശ്രീനുപ്പേനും, പിന്നെ 21 grams പ്രൊഡ്യൂസറും ഈ സിനിമയുടെ പ്രൊഡ്യൂസറും എൻ്റെ സുഹൃത്തുമായ റനീഷ്, പിന്നെ കുറെ പേരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഇനി ഈ ടൈം യൂസ് ചെയ്യണം. അപ്പോൾ 21 grams വിജയത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി വേറൊരു പ്രോജക്റ്റ് ആ ഒരു ഡെസ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ചെയ്യുന്നതിനേക്കാളും സമയത്ത് ഓൺ പേപ്പർ ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് തോന്നുന്ന രീതിയിൽ ഓൺ പേപ്പർ ആ സ്ക്രിപ്റ്റ് ആയ ശേഷം മതി ഇതൊരു പ്രോജക്റ്റായിട്ട് മെറ്റീരിയലൈസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ് തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ കൂടെ കോ റൈറ്റർ ചെയ്തുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഫുൾ ടീമുണ്ട്, എൻ്റെ ഡയറക്ഷൻ ടീമുണ്ട്, നിതീഷുണ്ട്, പാർത്ഥിലുണ്ട്, ഫുൾ ഡയറക്ഷൻ ക്രൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്രൂവും കാസ്റ്റും ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്. സ്ക്രിപ്റ്റ് വൈസും നമ്മൾ പേഴ്സണലി കോൺഫിഡൻ്റ് ആണ്. 2 ദിവസം കഴിഞ്ഞാൽ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ 21 grams പോലെ തന്നെ കൂടെ ഉണ്ടാവണം. ഇന്ന് വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you so much. So അടുത്തതായിട്ട് I would like to invite ആര്യാണ് വിളിക്കേണ്ടത് നെക്സ്റ്റ്. മിസ്റ്റർ സണ്ണി വേണി. നല്ലൊരു കാര്യോട് കൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നല്ല സൂപ്പർ ലുക്കിലേക്കാണ്, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും ആട് 3 എന്തായാലും വെയിറ്റിംഗ് ആണ്. സാത്താൻ സേവിയറിനെ വീണ്ടും കാണാനുള്ള വെയിറ്റിംഗ് ആണ്. സോ ഈ ഒരു മൂവി, അപ്പൊ ഈ ഒരു മൂവി വന്നിട്ടുണ്ട്. സോ എന്താണ് പറയാനുള്ളത്? ഇതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം കേട്ടിട്ട് ഞങ്ങളോട് എന്തെങ്കിലും എന്താണ് ഇതിന്റെ ഒരു ക്ലൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും കൂടെ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, പിന്നെ ഇതിനകത്തുള്ള വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൂടെ ഒരു സാഹസം കാണിക്കാൻ പോവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ സ്ക്രീൻ പ്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിനകത്തുള്ള കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം ഇതൊരു നല്ലൊരു ക്ലീൻ എന്റർടൈനർ ആവും എന്നുള്ളൊരു വിശ്വാസം, പ്രതീക്ഷയുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് വേണം. പിന്നെ ഇതൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാം. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റിന്റെ പിന്നിലിരിക്കുന്നത്. സോ വി ഹോപ്പ് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന്. താങ്ക് യു.
എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആവട്ടെ. ഇക്കൊല്ലം 2025 ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി എന്തായാലും ആകട്ടെ സാഹസം. അടുത്തതായിട്ട് വെരി ഹാൻസം നരേൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. 2-3 തവണ വെരി ഹാൻസം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം ആണല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഓരോ സിനിമയിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ നിമിത്തങ്ങളും ഓരോ നിയോഗങ്ങളും വഴിയാണ്. ഇതിലേക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ ഗിരീഷ് നായർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഗിരീഷ് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട്. അനൂപ് സോ അനൂപ് ഒരു ഫിലിം ബഫാണ്. അനൂപ് ഒരു പക്ഷേ ഭയങ്കര നല്ലൊരു ക്രിറ്റിക്കാണ്, നല്ലൊരു ഫിലിം അണ്ടർസ്റ്റാൻഡിങ് ഒരാളാണ്. അനൂപാണ് ആദ്യമായിട്ട് എന്നെ വിളിച്ചതുപോലെ ബിപിൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു അടിപൊളി ജഗപോക സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ലീഡ് ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറായ സംഭവം എനിക്ക് ആപ്റ്റ് ആവും എന്ന് കഥ കേൾക്കാൻ പറഞ്ഞ് ഞാൻ കഥ കേട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നി വന്നിട്ടുള്ള ഒരു സിനിമയാണ് സാഹസം. അപ്പോൾ അനൂപ്, താങ്ക് യു വെരി മച്ച്. ഗിരീഷേട്ടൻ, താങ്ക് യു. ആൻഡ് ബിപിൻ ആൻഡ് പ്രൊഡക്ഷൻ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് പ്രോജക്റ്റ്. ആക്ച്വലി സിനിമ പോസ്റ്ററും ടൈറ്റിൽ പോലെ ന്യൂ ജനറേഷനിലേക്ക് വരുന്ന വിജയിക്കുന്ന സിനിമകൾക്ക് ഉണ്ടാകാവുന്ന സ്വഭാവ ഗുണങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണ് ഇത്. അത് വിപിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ കൂടിയും ഇത് സേഫ് ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആൻഡ് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഞാനും ആദ്യമായിട്ടാണ്. പലപ്പോഴും തമിഴ് സിനിമയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസും എനിക്ക് മിസ്സായിട്ടുണ്ട്. ബട്ട് നൗ ഐ എം വെരി ഹാപ്പി ദറ്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഞാൻ ഇപ്പോൾ സണ്ണിയൊക്കെ ആയിട്ടാണ് ആക്ടിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതിൽ കുറേ പേരുണ്ട്, എടുത്ത് പറയാൻ ആൻഡി ചേട്ടൻ, ബൈജി ചേട്ടൻ, കുറേ പേരുണ്ട്. ഐ എം ഹാപ്പി മേജർ രവി സർ ഇസ് പാർട്ട് ഓഫ് ദ പ്രോജക്റ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്യാരക്ടറാണ് മേജർ രവി സർ ഇത് ചെയ്യുന്നത്. ആൻഡ് ഉറപ്പായിട്ടും വിപിൻ, കൃഷ്ണ ആൻഡ് ഇതിൻ്റെ ടെക്നിക്കൽ ടീം ആൻഡ് ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസ് തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു അസറ്റ് തന്നെയായിരിക്കും. along with സാഹസം, we are സണ്ണി പറഞ്ഞ പോലെ ഒരു സാഹസത്തിന് തുടങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഞാൻ വെറുതെ പറഞ്ഞതിൽ ഹാൻസം എന്നുള്ളത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. കാരണം അവളെ അച്ഛൻ്റെ അമ്മ ആ ഒരു ഫിലിം, അതുപോലെ തന്നെ അയാളും ഞാനും തമ്മിൽ അങ്ങനെ കുറേ അധികം സാറിന്റെ ഫാൻ ആയിട്ടുള്ള ആള് തന്നെയാണ്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും ഇങ്ങനെ 1-2 പ്രാവശ്യം പറയണത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇതാ ഒരു വേദിയായി, അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. താങ്ക് യു സർ. സോ അടുത്തതായിട്ട് പ്രിയപ്പെട്ട ലിസ്റ്റൻ സ്റ്റീഫൻ, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി. നമസ്കാരം. വളരെയധികം സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. നിലവിൾക്ക് കൊളുത്തുന്നതിന് മുമ്പ് ആങ്കർ പറഞ്ഞു ഒരു ശകലം സമയം കൂടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യമുള്ള ഒരാളെ ആദ്യമായിട്ട് ആ സമയം കവർ ചെയ്യാനായിട്ട് വിളിക്കുമെന്ന് അങ്ങനെ മേജർ റിച്ചറിനെയാണ് വിളിച്ചത്. അപ്പം എനിക്കും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ രവിയേട്ടൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും ഐശ്വര്യമുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് ഐശ്വര്യം എന്നാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത് സംസാരിക്കാൻ. എനിക്കധികം വളരെയധികം സന്തോഷം. ഒരു സിനിമ സംഭവിക്കുന്നത് പറയുന്നത് ഭയങ്കര സാഹസികമാണ്. ഭയങ്കര സാഹസം നേരിട്ടാലും ചിലപ്പോൾ ചില സിനിമകൾ സംഭവിക്കാനായിട്ട് പാടാണ്. അപ്പോൾ ചില സിനിമകൾ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കും, ചിലപ്പോൾ ക്യാൻസൽ ആവും, ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ 100% റിസ്ക് ഉള്ള ഒരു സാഹസമാണ്. ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന ടൈറ്റിലാണ് ചങ്കൂറ്റം, ആശാം വൈബ്, സാഹസം, ഇതൊക്കെ വന്നതാണ്. അപ്പോൾ തന്ത വൈബ് എന്നൊക്കെ വന്നിരുന്നു. അപ്പൊ അത് വേറെ സിനിമയ്ക്കായി പോയി. സാഹസം അതിപ്പോ വേറെ സിനിമയ്ക്കായി പോയി. അപ്പോൾ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേറൊരു ടൈറ്റിലാണ് എടുത്തത്. അപ്പം വളരെയധികം സന്തോഷം ആ ടൈറ്റിൽ ഈ സിനിമയിലൂടെ സംഭവിക്കുന്നതിൽ. അതിൽ പേഴ്സണൽ ഭയങ്കര സന്തോഷം. സോ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ ബാനറിന്റെ പേര് ഫ്രണ്ട് റോ. അപ്പോൾ നമുക്കറിയാം, അതായത് ഫ്രണ്ട് റോയിൽ ഇരുന്ന് പടം കാണുന്നത് കഴുത്തൊക്കെ പൊക്കി വെച്ച് ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഫ്രണ്ട് റോയിൽ ഇരുന്ന് കഴുത്തൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പിടിച്ച് കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അത്രയധികം പിന്നെ എന്റെ സിനിമയിലെ
ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരയനാണ്. പക്ഷെ അതുകൊണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഇതുവരെ അതേമായിട്ട് പണം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. സണ്ണിക്ക് ഇതൊരു നല്ല സിനിമയായിട്ട് മാറട്ടെ. എന്റെ ഡയറക്ടർ, നിർമ്മാതാവ്, മറ്റ് ടെക്നീഷ്യൻ, ആർട്ടിസ്റ്റിന് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. സോ അടുത്തതായി സ്പൈർ പ്രൊഡക്ഷൻസിന്റെ മിസ്റ്റർ സഞ്ജു, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക് രണ്ടുപേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി. മിസ്റ്റർ സഞ്ജു. നമസ്കാരം. നരയനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പടത്തിന്റെ ഷൂട്ടിന്റെ സമയത്താണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി. കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വെൽ പാക്ഡ് സ്ക്രിപ്റ്റും വളരെ സീരിയസ്ലി കൺസീവ് ചെയ്യുന്ന ഒരു ഇതിൻ്റെ മനസ്സിലൊരു വ്യക്തമായൊരു പ്ലാനായിട്ടാണ് പുള്ളി ഇത്രയും 2 വർഷം സമയമെടുത്തിട്ട് ഈ സ്ക്രിപ്റ്റ് പാക്ക് ചെയ്തേക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇതിനകത്തിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ചുമതല ഇവര് എന്റെ പേരിൽ ഏൽപ്പിച്ചേക്കുന്ന ഒരു വലിയൊരു ദൗത്യമാണ്. അത് ഈ സ്റ്റാർ ഇവരെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.